സോ നമ്മൾ ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 4ൻ്റെ പേജ് നമ്പർ 126 മുതലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 126 ഇൻ യുവർ ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ നൈറ്റ് ഓഫ് ദി സ്കോർപിയോൻ്റെ പോയം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി എക്സസൈസസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കൊരു ഫസ്റ്റ് എക്സസൈസ് ഇതാണ്. യു ഹാവ് ടു കംപ്ലീറ്റ് ദി സമ്മറി ഓഫ് നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ക്ലൂസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ പോയമായ നൈറ്റ് ഓഫ് ദി സ്കോർപിയോണിൻ്റെ ഒരു സമ്മറിയാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ കുറേ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്ലൂസ് ബ്രാക്കറ്റ്സിൽ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ആ ക്ലൂസ് വെച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. സോ ദ പോയറ്റ് ടെൽസ് us the story of a child who could only watch in horror the incidents that take place after എന്താണ് ഇവിടെ നൈറ്റ് മദർ സ്കോർപിയോൺ സ്റ്റിങ്. അപ്പോൾ ഇത് ഒരു സമ്മറി പറയുമ്പോൾ ഒരു പാസ്റ്റിലാണല്ലേ പറയുന്നത്. പാസ്റ്റിലെ കാര്യം പറയുകയാണ്, നമ്മളോട് റിപ്പോർട്ട് ചെയ്യാണ്. ഇപ്പോൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ദാറ്റ് ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദി മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപിയോൺ. ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദ മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപിയോൺ. Then the superstitious and illiterate villagers come in large numbers. അപ്പോൾ superstitiousും illiterateും ആയിട്ടുള്ള വില്ലേജസ് വലിയ നമ്പറിൽ, അതായത് വലിയ എണ്ണത്തിൽ എത്തും. ഇൻ സ്പൈറ്റ് ഓഫ് ദി റെയിൻ അട്ടറിങ് ഗോഡ്സ് നെയിം. അപ്പോൾ റെയിനെ വക വയ്ക്കാതെ അവർ കൂട്ടത്തോടെ തന്നെ അവരെത്തും. എന്താണ് അവർ ചെയ്യുന്നത്? അട്ടറിങ് ഗോഡ്സ് നെയിം ടു സ്റ്റോപ്പ് ദി ഈവിൾ വൺ. അപ്പോൾ ദൈവത്തിൻ്റെ നാമം ജപിച്ച് ഈവിൾ വണ്ണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചാൻറ്റ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. ആൻഡ് ദേ സീ ദ സ്കോർപിയോൺ ആസ് സിംബോളിക് ഓഫ് ദി ഡെവിൾ. അപ്പോൾ അവർ സ്കോർപിയോണിനെ എങ്ങനെ കാണുന്നത്? ദേ സീ ദ സ്കോർപിയോൺ ആസ് എ സിമ്പിൾ ഓഫ് ഡെവിൾ. അപ്പോൾ ഡെവിളിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് അവർ സ്കോർപിയോനെ കാണുന്നത്. ആൻഡ് ദ മെൻ സെർച്ച് ഫോർ ഇറ്റ് ബിലീവിങ് ദാറ്റ് കില്ലിങ് ഇറ്റ് വുഡ് ഡാഷ്. ആൻഡ് വില്ലേജേഴ്സ് ഇതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും. ബിലീവിങ് ദാറ്റ് കില്ലിങ് ഇറ്റ് വുഡ്, അവരെന്താ ബിലീവ് ചെയ്യുന്ന? ഡാഷ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് സ്റ്റോപ്പ്, പോയ്സൺ, സ്പ്രെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ബിലീവിങ് ദാറ്റ് കില്ലിങ് ഇറ്റ് വുഡ് സ്റ്റോപ്പ് ദി സ്പ്രെഡ് ഓഫ് പോയ്സൺ. ബിലീവിങ് ദാറ്റ് കില്ലിങ് ഇറ്റ് വുഡ് സ്റ്റോപ്പ് ദി സ്പ്രെഡ് ഓഫ് പോയ്സൺ. Okay, now the women sit around the mother praying and hoping that her dash. Women sit around the mother praying and hoping that her dash. എന്താ കൊടുത്തേക്കുന്നത്? പെയിൻ, പ്യൂരിഫൈ, പാസ്, സിൻ, റെഡ്യൂസ്, മിസ്ഫോർച്യൂൺ, ഫ്യൂച്ചർ. ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിത് ഫില്ല് ചെയ്യണം. അപ്പോൾ വിമൻ സിറ്റ് അറൗണ്ട് ദി മദർ പ്രേയിങ് ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് ഹെർ, എന്താണ് അവർ ഹോപ്പ് ചെയ്യുന്നത്? ഹോപ്പിംഗ് ദാറ്റ് ഹെർ പെയിൻ വുഡ് പ്യൂരിഫൈ ഹെർ സിൻ ആൻഡ് റെഡ്യൂസ് ഹെർ മിസ്ഫോർച്യൂൺ. അല്ലേ? അവരുടെ ഈ സ്കോർപിയോൺ ബൈറ്റ് എന്നുള്ള ആ ഒരു പെയിൻ, അത് അവരുടെ ഇറ്റ് വുഡ് പ്യൂരിഫൈ ഹെർ സിൻ, അവരുടെ സിന്നിനെ പ്യൂരിഫൈ ചെയ്യും, അവരുടെ മിസ്ഫോർച്യൂണിനെ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യും എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇറ്റ് വുഡ് പ്യൂരിഫൈ ഹെർ സിൻ ആൻഡ് റെഡ്യൂസ് ഹെർ മിസ്ഫോർച്യൂൺ. Now, they also believe that the poison will make her pure of body and soul. അപ്പോൾ ആ ഒരു പോയ്സൺ ഈ അമ്മേനെ ബോഡിയും ഈ അമ്മയുടെ ബോഡീനെ സോളിനെ പ്യുവർ ആക്കും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. Though they have an understanding look on their faces, they never really understand the pain she is in and do nothing to ease it. Though they have an understanding look on their faces, even though അവരുടെ മുഖം കണ്ടാൽ അവർക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നതെങ്കിലും they never really understand the pain she is in. അവർക്ക് ശരിക്കും ഈ അമ്മയുടെ പെയിൻ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. and they do nothing to ease it. and ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. The father who prides himself on being a skeptic and rationalist
behaves just like the superstitious villagers. അപ്പം നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ആള് he believes himself to be a skeptic and a rationalist. പുള്ളിക്കാരൻ ഒരു skeptic ആണെന്ന് rationalist ആണെന്നാണ് പുള്ളിക്കാരൻ ബിലീവ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരനും വില്ലേജേഴ്സിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരൻ ചെയ്യുന്നതൊന്നും അമ്മയുടെ പെയിൻ കുറയ്ക്കുന്നില്ല അല്ലേ? He sets her bitten toe on fire when he sees that no dash. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത്? He sets her bitten toe on fire. അമ്മയുടെ വെരി സോറി അമ്മയുടെ കാലില്, അമ്മയുടെ ടോയില് അച്ഛൻ ശരിക്കും തീ വെക്കാണ് ചെയ്യുന്നത് അല്ലേ? bitten toe on fire when he sees that no dash. when he sees that no, നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നേക്കുന്ന ഹെർബ്, ഹൈബ്രിഡ്, മിക്സ്ചർ, ക്യൂർ എന്നാണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ പറയാൻ പറ്റുന്നത്? when he sees that no herbs or hybrid mixture, no herbs or hybrid mixture could cure her അല്ലേ? when he sees that no herb or hybrid mixture could cure her. We also see the holy man who dash. holy man എന്താ ചെയ്യുന്നേ? We also see the holy man who dash. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? poison control incantation. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്? We also see the holy man who uttered incantations to control the poison. We also see the holy man who uttered incantations who uttered incantations to control the poison. None of them think of going to or getting a doctor to treat the mother. ഒരാൾ പോലും ഡോക്ടറെ കൊണ്ടുവരാനോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ വിചാരിക്കുന്നില്ല. and instead they resort to prayers, incantation, fire, etc. അപ്പോൾ അതൊന്നും ഡോക്ടറെ വിളിക്കാതെ ഇവരെന്താ ചെയ്യുന്നത്? they resort to prayers, incantations, fire. അവര് പ്രേയേഴ്സിലും ഇൻകാന്റേഷൻ ജപിക്കുന്നതിലും പിന്നെ തീയിലും ഒക്കെയാണ് ഇവര് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡോക്ടറെ വിളിക്കാനായിട്ട് ആരും താല്പര്യം പ്രകടിപ്പിച്ചില്ല. and in the end, after 20 agonizing hours, the mother dash. ഇവിടെ റിക്കവർ സ്കോർപിയോൺ സ്റ്റിംഗ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇൻ ദി എൻഡ്, അവസാനം, ആഫ്റ്റർ 20 agonizing hours, after 20 agonizing, find out the meaning of the word agonizing. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ ഈ agonizingന്റെ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഒന്ന് ഡിക്ഷണറി നോക്കിക്കോട്ടോ. in the end, after 20 agonizing hours, the mother dash. ഇവിടെ റിക്കവർ സ്കോർപിയോൺ സ്റ്റിംഗ് എന്നാണ് കൊടുത്തേക്കുന്നത്. the mother recovered from the scorpion sting. After 20 agonizing hours, the mother recovered from the scorpion sting. And all she can think of is how thankful she was that the scorpion stung only her and spared her children. And അമ്മയ്ക്ക് ഒരു കാര്യം മാത്രമേ ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? The scorpion stung her and not her children. സ്കോർപിയോൺ അമ്മേനെയാണ് കടിച്ചത്, അവന്റെ കുട്ടികളെ വെറുതെ വിട്ടല്ലോ എന്നൊരു സമാധാനം മാത്രമാണ് ആ അമ്മയുടെ ചിന്തയിൽ ആ സമയത്ത് പോയത്. ഇനി നമുക്ക് വളരെ രസമുള്ള ഒരു വാക്കാണ് കേട്ടോ, ഓണോമെറ്റോപിക് വേർഡ്സ്. അപ്പൊ എന്താണ് ഓണോമെറ്റോപിക് വേർഡ്സ്? Words that imitate or resemble the sound that it describes are called onomatopic words. അതായത് words that imitate or resemble the sound that describes. ഒരു സൗണ്ട് നമ്മൾ പറയുമ്പോൾ അത് ആ ഒരു വാക്കിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓണോമെറ്റോപിക് വേർഡ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സിസിൽ. അപ്പൊ സിസിൽ ചെയ്യാന്ന് എന്താണ്? പോകുന്നതിനല്ലേ നമ്മൾ സിസിൽ ചെയ്യാന്ന് പറയും. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോ സിസിൽ ചെയ്യാന്ന് പറയും. ബീപ്പ്, ഹോൺ ബീപ്പ് അടിക്കുക.
ഹോൺ അടിക്കുന്നതിന് പകരം നമ്മൾ ബീപ്പ് 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 എന്ന് പറയുന്നതിന് നമ്മൾ ബീപ്പ് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? ബീപ്പ് ബീപ്പ് എന്ന് നമ്മൾ പറയില്ലേ ഹോൺ അടിക്കുമ്പോൾ ബീപ്പ് ബീപ്പ് ബീപ്പ്. അപ്പൊ അത് ശരിക്കും ആ സൗണ്ടും അത് ഉദ്ദേശിക്കുന്ന കാര്യവും ഒരേപോലെയാണ് അല്ലേ? രണ്ടും സെയിം ആണ്. ബീപ്പ് എന്ന് പറയുമ്പോൾ ആ സെയിം സൗണ്ട് തന്നെയാണ് വരുന്നത് അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആ വേർഡും അതിന്റെ ആ സൗണ്ടും സിമിലർ ആണ് അല്ലേ? ബീപ്പ് എന്ന് പറയുമ്പോൾ ബീപ്പ് തന്നെയാണ്, ബീപ്പ് സൗണ്ട്. സിസിൽ ചെയ്യുക, സിസിലിംഗ് സൗണ്ട് അല്ലേ? തഡ് 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 തഡ്. അപ്പൊ അതിന് തഡ് സൗണ്ട് തന്നെയാണ്. ഗ്യാസ്പ്ഡ് ഗ്യാസ്പ്ഡ് ഗ്യാസ്പ്ഡ്. അപ്പൊ നമ്മൾ ഗ്യാസ്പ് ചെയ്യുക. അപ്പൊ അത് ഗ്യാസ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ആ നമ്മൾ ശരിക്കും അട്ടർ ചെയ്യുന്ന ആ സൗണ്ടിന് സമാനമായ വാക്ക് തന്നെയാണ് ഗ്യാസ്പ്ഡ് എന്നുള്ളത്. ഷി gasped, you tried to kill. അപ്പൊ ഇങ്ങനെ gasped എന്ന് പറയത്തില്ല. അപ്പൊ ആ ഒരു സൗണ്ടും ആ ഒരു വാക്കും സിമിലർ ആണ്. അപ്പൊ ആ ഒരു വേർഡ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ട്, അതായത് സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വേർഡ്സ് വരുമ്പോൾ നമ്മൾ അതിനെ ഓണോമാറ്റോപിക് വേർഡ്സ് എന്നാണ് പറയുന്നത്. Okay, so once she faltered for a minute and stood still while a tear or two splashed on the worn red carpet. അപ്പോൾ സ്പ്ലാഷ്ഡ്, ഇപ്പൊ കണ്ണീര് സ്പ്ലാഷ് ചെയ്ത് വീഴാന്ന് പറയില്ലേ? അപ്പൊ അത് ആ സ്പ്ലാഷിന്റെ ആ സൗണ്ടും ആ വാക്കും സിമിലർ ആണ്. അപ്പൊ അതിന് നമ്മൾ ഓണോമാറ്റോപിക് എന്നാണ് പറയുന്നത്. The peasants came like swarms of flies and buzzed the name of God. Buzzed. അപ്പൊ ബീസ് എങ്ങനെയാ പോകുന്നത്? സൗണ്ട് അല്ലേ അല്ലേ? സൗണ്ട് അല്ലേ? അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അത് അതിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്കും ബസ് എന്ന് തന്നെയാണ്. സൗണ്ട്. ഇപ്പൊ ബീസ് സൗണ്ട് അല്ലേ നമ്മൾ കേൾക്കുന്നത്? അപ്പൊ അതിന് നമ്മൾ പറയുന്ന സൗണ്ടും ബസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന വാക്ക് ആ സൗണ്ടുമായിട്ട് സിമിലർ ആണെങ്കിൽ അങ്ങനെയുള്ള വാക്കിനെ നമ്മൾ ഓണോമാറ്റോപിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബസ്ഡ് എന്നുള്ളത് ഒരു ഓണോമാറ്റോപിക് വാക്കാണ്. ഇപ്പൊ പിക്ക് ഔട്ട് more lines from the poem that have onomatopic words. അപ്പൊ നമ്മുടെ പോയത്തിൽ നിന്ന് കുറച്ച് ഓണോമാറ്റോപിക് വേർഡ്സ് ഉള്ള ലൈൻസ് പിക്ക് ഔട്ട് ചെയ്യാനാ പറയുന്നത്. ഏതാ? ഒരു ലൈനില്ലേ, they clicked their tongue. ക്ലിക്ക്. ഇപ്പൊ ക്ലിക്ക് ക്ലിക്ക്. ഇപ്പൊ നമ്മളത് ക്ലിക്ക് എന്ന് പറയുന്ന അത് ഓണോമാറ്റോപിക് വാക്കാണ്. അപ്പൊ ദേ ക്ലിക്ക് ദിയർ ടങ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഗ്രോണിങ് ഓണോമാറ്റിക്. ഇപ്പൊ നമ്മളിങ്ങനെ വയ്യാണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രോൺ ചെയ്യില്ല. അപ്പൊ അത് നമ്മൾ ഗ്രോൺ എന്നാ പറയുന്നത്. അപ്പൊ അത് നമുക്ക് പറയാം ഗ്രോണിങ് ഓണോമാറ്റ്. പിന്നെ ബസ് ദി നെയിം ഓഫ് ഗോഡ് 100 times, അതിൽ ബസ്ഡ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഓണോമാറ്റോപിക് വേർഡ്സ് എന്ന് പറയുന്നത് ആ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വേർഡ്സ് വരുമ്പോൾ നമ്മൾ അതിനെ ഓണോമാറ്റോപിക് എന്നാണ് പറയുന്നത്. Now, here are certain other examples of onomatopic words we might come across and need in real life. What do they resemble? ഇപ്പൊ നമുക്ക് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആൻഡ് ഇതൊക്കെ എന്താണ് റിസംബിൾ ചെയ്യുന്നതെന്ന് ആണ് ചോദിച്ചേക്കുന്നത്. ബൂം, ബൂം, ക്രഞ്ച്, ഫിസ്, ട്വീറ്റ്, വിപ്പ്, സൂം, pop, hum, shuffle, bang, splash, smash, vroom, vroom, clink, etc. അപ്പൊ ഇതൊക്കെ ഓണോമാറ്റോപിക് വേർഡ്സ് ആണ്. Okay, now look at the sets of words given below and pick out from the poem words that are similar in meaning to them. അപ്പൊ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്ന് സിമിലർ ആയിട്ടുള്ള മീനിങ്സ് പിക്ക് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്, നോൺ ബിലീവർ, റാഡിക്കൽ, റാഷണലിസ്റ്റ്. ക്രിട്ടിക്, നോൺ ബിലീവർ, റാഡിക്കൽ, റാഷണലിസ്റ്റ്. അപ്പൊ ഫാദർ എന്താണെന്നാണ് പോയത്തിൽ പറയുന്നത്? സ്കെപ്റ്റിക് അല്ലെ? സ്കെപ്റ്റിക് ആൻഡ് റാഷണലിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്കെപ്റ്റിക് എഴുതാം. സ്കെപ്റ്റിക്കിന്റെ വേറെ മീനിങ്സ് ആണ് ക്രിട്ടിക്, നോൺ ബിലീവർ, റാഡിക്കൽ, റാഷണലിസ്റ്റ് എന്നുള്ളത്. ദെൻ ഈവിൽ, വിക്കഡ്, അൺഹോളി, ഡെവിലിഷ്. അപ്പൊ ഇതിന് നമ്മള് പോയതിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക് ഏതാണ്? ഡയബോളിക്. അപ്പൊ ഡയബോളിക്കിന്റെ സിമിലർ മീനിങ്സ് ആണ് ഈവിൽ, വിക്കഡ്,
unholy, devilish. Okay, ഇപ്പൊ ഇവിടെ diabolic എന്ന് എഴുതാം. Now next is decrease. Decrease, reduce, subside, weaken. Decrease, reduce, subside, weaken. അപ്പോൾ decrease ചെയ്യുക, reduce ചെയ്യുക, subside ചെയ്യുക, weaken ചെയ്യുക. അതിന് നമ്മൾ എന്താ പറയാ? Diminish. ഇപ്പൊ ഡിമിനിഷിന്റെ വേറെ വാക്കുകളാണിത്. പിന്നെ ആസ്പിറേഷൻ, കോളിംഗ്, വൊക്കേഷൻ, ഇന്റന്റ്. എന്തെങ്കിലും ആസ്പയർ ചെയ്യുക, കോൾ ചെയ്യുക, വൊക്കേഷൻ, ഇന്റന്റ്. നമുക്ക് ആംബിഷൻ എന്ന് എഴുതാം അല്ലേ? ആംബിഷൻ. ഓക്കെ. Now, sensory images are word pictures that relate to the five human senses, namely sight, sound, taste, touch and smell. അപ്പോൾ നമ്മുടെ five human senses. Five senses ഏതൊക്കെയാണ്? Sight, sound, taste, touch, smell. അപ്പോൾ ഇതിനെയൊക്കെ റെഫർ ചെയ്യുന്ന ഇമേജസിനെ നമ്മൾ സെൻസറി ഇമേജസ് എന്നാണ് പറയുന്നത്. ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇമേജസിന്. ഇമേജ് എന്താണെന്ന് അറിയാലോ അല്ലെ? അപ്പോൾ ഈ ഫൈവ് സെൻസസിന് റിലേറ്റ് ചെയ്യുന്ന ഇമേജസിനെ നമ്മൾ സെൻസറി ഇമേജസ് എന്നാണ് പറയുന്നത്. സോ ഗിവൻ ബിലോ ആർ സം ലൈൻസ് ഫ്രം ദി പോയം ദാറ്റ് അപ്പീൽ ടു അവർ ഡിഫറെന്റ് സെൻസസ് ആൻഡ് ഇവോക്ക് സർട്ടൻ ഇമോഷൻസ് ഇൻ us. അപ്പൊ നമുക്ക് കുറച്ച് ലൈൻസ് നമുക്ക് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ലൈൻസിൽ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് സെൻസസ് ഒക്കെ എവേക്കൻഡ് ആവും. അപ്പൊ കാറ്റഗറൈസ് ദം അണ്ടർ ദി ഡിഫറെന്റ് ഹെഡ്സ് ഗിവൺ ബിലോ. അപ്പൊ അതിന് താഴെ നമുക്ക് കുറച്ച് ഹെഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് കാറ്റഗറൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ളത് വിഷ്വൽ, ടാക്ടൈൽ മീൻസ് ടച്ചിന്റെ സെൻസ്. പിന്നെ ഓഡിറ്ററി മീൻസ് ഹിയറിംഗ്. ഇമോഷൻസ് മീൻസ് ഫീൽ ചെയ്യുന്നത്. വിഷ്വൽ മീൻസ് സീ. അപ്പൊ ഈ തന്നേക്കുന്ന ലൈൻസ് ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു നോക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ മൈ ഫാദർ pouring paraffin on the bitten toe. ഈ ഒരു ലൈൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സെൻസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് ചോദ്യം. മൈ ഫാദർ pouring paraffin on the bitten toe. എനിക്കിത് കുറച്ചുകൂടെ വിഷ്വൽ ആയിട്ടാണ് തോന്നുന്നത്. pour ചെയ്യുക, ഒഴിക്കുന്ന ഒരു വിഷ്വൽ ഇമേജറിയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. സോ ഞാനത് വിഷ്വലിൽ കാറ്റഗറൈസ് ചെയ്യും. ക്ലിക്ക് ദിയർ ടങ്സ്. ക്ലിക്ഡ്, അപ്പൊ അത് സൗണ്ട് ആണ് കേൾക്കുന്നത്, കുറച്ചുകൂടെ സൗണ്ട് ആണ് മുന്നിട്ടേക്കുന്നത്. അപ്പൊ അത് ഓഡിറ്ററി ആയിട്ട് പറയാം. ക്രോൾഡ് ബിനീത്ത് എ സാക്ക് ഓഫ് റൈസ്. ക്രോൾ ചെയ്യുക, അപ്പൊ അത് കുറച്ചുകൂടെ ടച്ചിന്റെ ഇതിൽ വരുന്നതാണ്. അപ്പൊ അത് ടാക്ടൈൽ ആയിട്ട് പറയാം. Giant scorpion shadows. അപ്പൊ ഇറ്റ്സ് സംതിങ് ദാറ്റ് വി സീ. എങ്കിൽ നമുക്കിവിടെ വിഷ്വൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബസ് ദി നെയിം ഓഫ് ഗോഡ്. ബസ് അഗെയിൻ സൗണ്ട് ആണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. സോ ഓഡിറ്ററിയിൽ ഞാൻ അത് കാറ്റഗറൈസ് ചെയ്യും. വാച്ച് ദി ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. ഇവിടെ വാച്ച്ഡ്, ഇവിടെ വിഷ്വലും വരുന്നുണ്ട്. എഗെയിൻ അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ നമുക്ക് ഇമോഷണൽ ഇതും കൂടെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ വിഷ്വലാണ് കൂടുതൽ പറയാൻ പറ്റുന്നത്, കാരണം വാച്ച് എന്ന് പറഞ്ഞ് വരുന്നതും ഉണ്ട്. വിഷ്വലാണ്, പക്ഷെ അതിൽ കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. Then twisted through and through groaning. അപ്പൊ വേദന കൊണ്ട് ഗ്രോൺ ചെയ്യുക. അപ്പൊ അവിടെ അഗെയിൻ അതിലൊരു ടാക്ടൈൽ വരുന്നുണ്ട്, ഇമോഷൻ വരുന്നുണ്ട്, പിന്നെ എന്താ കുറച്ചുകൂടെ ഫീലിങ്സ് അല്ലെ, ഇമോഷനും ഓഡിറ്ററിയും വിഷ്വലും ഒക്കെ ഒരു കൂടി ചേർന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. ഓക്കെ. Visual, tactile, auditory, emotions. Now, given below are certain events from the poem, but they are not in the right order. Arrange them in the right sequence. അപ്പോൾ നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് ഫ്രം ദി പോയം, ബട്ട് ദേ ആർ നോട്ട് ഇൻ ദി റൈറ്റ് ഓർഡർ. പക്ഷെ അതൊന്നും ശരിയായിട്ടുള്ള ഓർഡറിലല്ല. അതൊന്ന് അറേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഇവന്റ് ഇതാണ് ഫസ്റ്റ് ഇവന്റ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സ്കോർപിയോൺ സ്റ്റിങ്സ് ദി മദർ അല്ലെ. ഫസ്റ്റ് സ്കോർപിയോൺ സ്റ്റിങ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഇവന്റ്. പിന്നെ ഇപ്പൊ സ്കോർപിയോൺ സ്റ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വരുന്നത്? The peasants come like swarms of flies.
then then പിന്നെന്താ വരുന്നത് ഇപ്പൊ 1 2 പിന്നെ the first scorpion stings the mother, the pinna the peasant come like swarms of flies, pinna the child watches the mother groaning with pain on the mat. Child watches the mother groaning with the pain on the mat. A third ആയിട്ട് പിന്നെ the father tries to relieve the mother's pain by setting her bitten toe on fire. അത് fourth ആയിട്ട് പിന്നെ fifth one ആയിട്ട് ഇതാണ് mother feels relieved that the scorpion stung her and not her children. So fifth is this. Okay, then pick out the appropriate meaning of the words given in bold from the choices given and write it down in the space provided. അപ്പോൾ നമുക്ക് മീനിങ് ഓഫ് ദി വേർഡ് മീനിങ് പിക്ക് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ബോൾഡായിട്ട് കൊടുത്തേക്കും കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ ബോൾഡായിട്ട് കൊടുത്തേക്കുന്ന വേർഡ്സിൻ്റെ മീനിങ് പിക്ക് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യു ക്യാൻ ഓൾസോ നോട്ട് ഡൗൺ ദി ക്ലൂ വേർഡ്സ് ദാറ്റ് ഹെൽപ് യു. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ക്ലൂ വേർഡ്സും കൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. Okay, the grief of parting from one's family is too hard to bear. Nobody should have to go through it. The grief of parting from one's family is too ഹാർഡ് ടു ബെയർ. അപ്പോൾ ഫാമിലിന്ന് പാർട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. ആൻഡ് നോബഡി ഷുഡ് ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. ഒരിക്കലും ഒരാൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ വരരുതെന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു സെന്റൻസ് പറയുന്നത്. അപ്പൊ ഇവിടെ പാർട്ട് മീൻസ് പാർട്ടിന്റെ മീനിങ് എന്തായിരിക്കും ഇവിടെ വരുന്നത്? സെപ്പറേറ്റ് ആണോ, ഡൗട്ട് ആണോ, സർപ്രൈസ് ആണോ, സൈഡ് ആണോ? ഈ ഒരു സെന്റൻസിൽ സെപ്പറേറ്റ് എന്നാണ് വരുന്നത് അല്ലെ, സെപ്പറേറ്റ് എന്നാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ക്ലൂ വേർഡ്സ് ഏതാണ് നമ്മൾ ആ ഒരു മീനിങ് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്? ഗ്രീഫ്, ഫാമിലി അല്ലെ, അതെല്ലാം ക്ലൂ വേർഡ്സ് ആണ് നമുക്ക് ഈ പാർട്ടിന്റെ മീനിങ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിച്ച വാക്ക്. Then my aunt's funeral rites were over by the time I reached the cemetery and very few were left. അപ്പോൾ എൻ്റെ ആണ്ടിന്റെ ഫ്യൂണറൽ റൈറ്റ്സ് ഞാൻ ചെന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ റൈറ്റിന്റെ മീനിങ് എന്താണ്? ഡോക്യുമെന്റ് എന്നാണോ? അല്ല. ക്യൂരിയസ് അല്ല. റിമാർക്ക് അല്ല. സെറിമണി അല്ലേ? മൈ ആൻസ് ഫ്യൂണറൽ റൈറ്റ്സ് അല്ലേ? അപ്പൊ ക്ലൂ വേർഡ്സ് എന്താ? ഫ്യൂണറൽ അല്ലേ, ഓവർ, ഇതൊക്കെ നമുക്ക് റൈറ്റ്സിന്റെ മീനിങ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിച്ച വാക്കുകളാണ്. നൗ the use of certain drugs during surgeries paralyze the patient temporarily so that they won't move at all. അപ്പൊ ഇവിടെ പാരലൈസിന്റെ മീനിങ് ആണ്. അപ്പൊ ഇവിടെ ടീച്ച് ആണോ? വുഡ് പാരലൈസ് ദ യൂസ് ഓഫ് സർട്ടൻ ഡ്രഗ്സ് ഡ്യൂറിങ് സർജറീസ് പാരലൈസ് ദി പേഷ്യന്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ടീച്ച് ദി പേഷ്യന്റ് എന്ന് പറയില്ല, എക്സ്പാൻഡ് വരില്ല, റെൻഡർ വരില്ല, ഇമ്മൊബിലൈസ് അല്ലെ, ഇമ്മൊബിലൈസ്. അപ്പൊ ഇതാണ് ഈ വാക്കിന്റെ മീനിങ് എങ്ങനെ നമുക്ക് മനസ്സിലായി? സർജറീസ്, പിന്നെ പേഷ്യന്റ് അല്ലെ, പേഷ്യന്റ്, ടെമ്പററിലി, ഇതൊക്കെ നമുക്ക് നമ്മളെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിച്ച വാക്കുകളാണ്. Then protesters were swarming into the building like a herd of cattle. Protesters were swarming into the building. അപ്പൊ ഇവിടെ swarm എന്താണ് എന്നാണ്. പ്രൊട്ടസ്റ്റേഴ്സ് സ്വാം ചെയ്യുന്നു, ബിൽഡിങ്ങിലേക്ക് സ്വാം ചെയ്യും. സ്വിം ചെയ്യുക എന്നാണോ? അല്ല, പ്രൊട്ടസ്റ്റേഴ്സ് സ്വിം ചെയ്യും നമ്മൾ പറയില്ല. ക്രൗഡ്, യെസ്, ക്രൗഡ് ആണ് അല്ലെ. പ്രൊട്ടസ്റ്റേഴ്സ് ഒരു ക്രൗഡ് ആയിട്ട് പോയി എന്നാണ്. അപ്പൊ പ്രൊട്ടസ്റ്റേഴ്സ്, അപ്പൊ എല്ലാ ക്ലൂ വേർഡ്സ് നമുക്ക് പ്രൊട്ടസ്റ്റേഴ്സ് പറയാം, ബിൽഡിംഗ് പറയാം, ഹേർഡ് ഓഫ്, ലൈക്ക് എ ഹേർഡ് ഓഫ് കാറ്റിൽ, ലൈക്ക് എ ഹേർഡ് ഓഫ് കാറ്റിൽ, ലൈക്ക് എ ഹേർഡ് ഓഫ് കാറ്റിൽ, അതും അഗെയിൻ നമ്മൾ ഇതിന്റെ മീനിങ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിച്ച ക്ലൂ വേർഡ്സ് ആണ്. Then what you have to do is imagine the incident in the poem happening to you now. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് നമുക്ക് സംഭവിച്ചതായിട്ട് ഇമാജിൻ ചെയ്യുക. How different would the circumstances be today? അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഇന്നത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? Write down the events that would take place if your mother or grandmother was stung by
നമ്മുടെ അമ്മയ്ക്കോ ഗ്രാൻഡ് മദറിനോ ഒരു സ്കോർപ്പിയൻ സ്റ്റിങ് ഒരു തേളിൻ്റെ കുത്തേറ്റാൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് ആലോചിച്ചിട്ട് ഒന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റെൻഡറിങ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ QR കോഡ് ഉപയോഗിച്ച് നമുക്ക് ഈ പോയിന്റ് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, സോ